വിവാദങ്ങൾക്കിടയിൽ ശബരിമല വിമാനത്താവളത്തിനായിട്ടുള്ള ഭൂമി ഏറ്റെടുക്കാനുള്ള നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ്. അതിൻ്റെ സർവേ ജോലി ഉടൻ ആരംഭിക്കും. ഈ മാസം 21-ന് സർവേ ആരംഭിക്കുമെന്നും അതിനായി 8 സർവേയർമാരെ നിയമിച്ചു കഴിഞ്ഞു എന്നുമാണ് വരുന്ന വാർത്തകൾ. ഭൂമിയുടെ അവകാശ തർക്കം ഒരു ഭാഗത്ത്, സ്ഥലം ഏറ്റെടുക്കുന്നവരുടെ ആശങ്ക മറ്റൊരു ഭാഗത്ത്. ഇതൊക്കെ തുടരുന്നതിനിടയിലാണ് സർവേ നടപടികൾ ആരംഭിക്കുന്നത്. അരുൺ കൊടുങ്ങൂർ വിശദാംശങ്ങൾ. പ്രതിപിള്ള അതിൽ കൃത്യമായ ലക്ഷ്യം വെച്ചുള്ള ഒരു സർക്കാരിന്റെ നീക്കം എന്ന് തന്നെയാണ് ഈ എരുമേലി വിമാനത്താവള പദ്ധതിക്ക് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. പലതവണ മുഖ്യമന്ത്രി ആവർത്തിച്ച് പറഞ്ഞ പോലെ സർക്കാരിന്റെ ഏറ്റവും സ്വപ്ന പദ്ധതിയായിട്ടാണ് അവർ വിശേഷിപ്പിക്കുന്നത്. എന്ത് വില കൊടുത്തും പദ്ധതി നടപ്പാക്കാനുള്ള ഒരു നടപടിക്രമങ്ങളുമായി സർക്കാർ പോവുകയാണ്. പക്ഷേ ആദ്യഘട്ടത്തിൽ അതിന് വലിയ വെല്ലുവിളി നേരിടുന്നു. ആദ്യത്തിൽ പ്രാഥമിക ഘട്ടത്തിലുള്ള നീക്കങ്ങളൊക്കെ തന്നെ കോടികൾ ചിലവഴിച്ച് നടത്തിയെങ്കിലും അതെല്ലാം തന്നെ പൂർണ്ണമായും പരാജയപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിലൂടെ കോടികൾ സർക്കാരിന് നഷ്ടമാകുകയും ചെയ്തു. അങ്ങനെ പദ്ധതി വീണ്ടും നിർജീവമായ അവസ്ഥയിലാണ്. ഏത് വിധേയനെയും പദ്ധതി നടപ്പാക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കർശനമായുള്ള ഒരു നിർദ്ദേശം ഉദ്യോഗസ്ഥർക്ക് നൽകിയിരിക്കുന്നത്. ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഈ നടത്തിപ്പിൽ ഉണ്ടാകരുത്, ശരവേഗത്തിൽ തന്നെ പദ്ധതിയുമായി മുന്നോട്ട് പോകണമെന്നുള്ള കർശനമായ നിർദ്ദേശം നിലനിൽക്കുകയാണ്. പക്ഷേ ഈ പദ്ധതി നടപ്പാക്കുന്നതിനുള്ള നിർദ്ദേശം നൽകുന്നതിനൊപ്പം നിലവിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തരത്തിലുള്ള ഒരു തീരുമാനങ്ങളും ഇതുവരെയും ഉണ്ടായിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത്. എന്തായാലും സർവേ ജോലികൾ, സ്ഥലം ഏറ്റെടുക്കുന്നതിൻ്റെ ഭാഗമായുള്ള സർവേ ജോലികൾ ഈ മാസം 21-ന് തുടങ്ങും. 8ഓളം സർവേ ഉദ്യോഗസ്ഥരെ താൽക്കാലികമായി ഇവിടെ എടുത്തിട്ടുമുണ്ട്. എന്തായാലും ശരവേഗത്തിൽ തന്നെ മുന്നോട്ട് പോകാം. പക്ഷേ മറ്റൊരു വശത്ത് ഈ സ്ഥലം വിട്ടു നൽകുന്ന ആളുകൾക്ക് വലിയൊരു ആശങ്കയുണ്ട്. നേരത്തെ അവർ ഹൈക്കോടതിയൊക്കെ തന്നെ സമീപിച്ചതാണ്. ഇപ്പോഴും ഈ നഷ്ടപരിഹാര പാക്കേജിൻ്റെ കാര്യത്തിലൊക്കെ തന്നെ വലിയ ആശയക്കുഴപ്പം നിൽക്കുകയാണ്. നമുക്ക് സംസ്ഥാന സർക്കാരിൻ്റെ കാര്യമാണ്, എത്രത്തോളം പണം കിട്ടും, അതോടൊപ്പം തന്നെ ഒരു പ്രത്യേക പാക്കേജ് എന്നുള്ള ഒരു ആവശ്യം ഇവർ മുന്നോട്ട് വെക്കുകയും ചെയ്തിരിക്കുകയാണ്. പക്ഷേ ഇതിലൊന്നും തന്നെ അനുഭാവപൂർവമായ ഒരു നടപടിയും സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ലാമെന്ന് മാത്രമല്ല, ഈ പ്രതിഷേധങ്ങളോ ഇവരുടെ ആശങ്കകളോ ഒന്നും തന്നെ ഒരു മുഖവിലേക്ക് എടുക്കാതെ മുന്നോട്ട് പോകണമെന്നുള്ള കർശനമായ ഒരു നിർദ്ദേശം തന്നെ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് നൽകുകയും ചെയ്തിരിക്കുന്നു. അങ്ങനെ ഒരു വശത്ത് ഈ ഒരു പ്രശ്നമാണ് നിലനിൽക്കുന്നതെങ്കിൽ നമുക്കറിയാം, നിർദ്ദിഷ്ട വിമാനത്താവളം നിർമ്മിക്കുന്നത് ചെറുവള്ളി എസ്റ്റേറ്റിലാണ്. ചെറുവള്ളി എസ്റ്റേറ്റിൻ്റെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച കേസ് ഇപ്പോഴും പാലാ കോടതിയിൽ നടന്നു വരികയാണ്. ഇപ്പോഴും ആ ഉടമസ്ഥാവകാശം സംബന്ധിച്ച അനിശ്ചിതത്വം ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്ര ഒരു വലിയ പ്രതിസന്ധി അവിടെ നിൽക്കുമ്പോൾ തന്നെയാണ് ഈ പദ്ധതിയുമായി ഇങ്ങനെ സർക്കാർ മുന്നോട്ട് പോകുന്നത്. എന്തായാലും ഇത്തരത്തിടുക്കത്തിൽ മുന്നോട്ട് പോകാനുള്ള ആവശ്യകത എന്ത് എന്നുള്ള ഒരു വലിയ ചോദ്യം കൂടി ഇവിടെ ഉയരുകയും ചെയ്തിരിക്കുന്നു. എന്തായാലും എല്ലാവിധ തടസ്സങ്ങളും മാറ്റി കൃത്യമായി തന്നെ ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകണമെന്നുള്ള കർശനമായ ഒരു നിർദ്ദേശമാണ് ഉദ്യോഗസ്ഥർക്ക് സർക്കാർ തലത്തിൽ, മുഖ്യമന്ത്രി തലത്തിൽ ഇപ്പോൾ നൽകിയിരിക്കുന്നത്. പ്രദീപുള്ള.